പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇക്കുറി ലോകകപ്പിന് അങ്ങനെ വൈകാരികമായൊരു സ്പർശമുണ്ട്. മെസ്സിയോ യമാലോ ആരായിരിക്കും ജയിക്കുക? മെസ്സി ജയിച്ചാൽ യമാൽ സന്തോഷിക്കില്ലേ? യമാൽ ജയിച്ചാൽ മെസ്സിയും സന്തോഷിക്കില്ലേ? ആകാംക്ഷയുണ്ട്. എന്തായാലും ഇങ്ങനെ വീഡിയോകൾ ധാരാളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നിപ്പോൾ സന്തോഷിച്ചിക്കാനും എഴുതിയത് വായിക്കുകയായിരുന്നു. ഈ ലോകകപ്പിൽ യമാലും നമ്മുടെ മെസ്സിയും ഇറങ്ങുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനെയും ശ്രീകൃഷ്ണനെയും പോലെയാണ് എന്നാണ്. ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കൂ. സാക്ഷാൽ ലയണൽ മെസ്സി. തൻ്റെ കുട്ടിക്കാലത്ത് 5-ാമത്തെ മാസം കുളിപ്പിച്ച ലയണൽ മെസ്സി അപ്പുറത്ത് നിൽക്കുകയാണ്. ആ ലയണൽ മെസ്സിക്കെതിരെ എനിക്ക് ഷൂട്ടെടുക്കാനാകുമോ? ലയണൽ മെസ്സി പറയുന്നു, നീ ചെയ്യേണ്ടത് നിന്റെ കർമ്മമാണ്. ഇനിമാൽ നീ നിന്റെ പാഷൻ പിന്തുടർന്ന് നിന്റെ ഡ്രീമിനനുസരിച്ച് നീ കളിക്കൂ. നീ കാണേണ്ടത് എന്നെയല്ല, ഗോൾ പോസ്റ്റാണ് അല്ലേ? അപ്പോൾ മികച്ച പ്രതിഭയുള്ള കളിക്കാരനാണ് യമാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മെസ്സിയും അതുപോലെ തന്നെ. ലോകകപ്പിന് ഫൈനലിന് മുൻപ് അർജന്റീന ആരാധകർക്ക് തുറന്ന കത്തുമായി ലയണൽ മെസ്സി. ഫൈനലിൽ എന്ത് സംഭവിച്ചാലും ഈ അർജന്റീന ചരിത്രം രചിച്ചു കഴിഞ്ഞു. ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത ചരിത്രം. ദേശീയ ടീമിനെ ഒരു കുടുംബമായി നിലനിർത്താൻ പ്രയത്നിക്കുന്ന എല്ലാ സഹതാരങ്ങൾക്കും പരിശീലകർക്കും നന്ദി. ഈ സ്വപ്ന സംഘത്തോടൊപ്പമുള്ള ഓരോ നിമിഷവും ആസ്വാദ്യകരമായിരുന്നു. പോയ വർഷങ്ങളിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്നത് ട്രോഫികൾ മാത്രമായിരുന്നില്ല, അതിലേക്കുള്ള യാത്രകളായിരുന്നു. വാമോസ് അർജന്റീന. ടീമിന്റെ അവസാന പരിശീലന സെഷന് ശേഷമായിരുന്നു മെസ്സിയുടെ ഈ കുറിപ്പ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിലൊരു വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക. പോയ വർഷങ്ങളിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്നത് ട്രോഫികൾ മാത്രമായിരുന്നില്ല, അതിലേക്കുള്ള യാത്രകളായിരുന്നു. മെസ്സി ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ട്രോഫിയെ മാത്രമേ ലക്ഷ്യം വെച്ചുള്ളൂ. പക്ഷേ മെസ്സി ആ വഴിയിലുള്ള യാത്രയെ ആസ്വദിച്ചിരുന്നു. ആ വഴിയിലുള്ള യാത്രകളെ ആസ്വദിക്കുമ്പോൾ മാത്രമാണ് വഴിയുടെ അറ്റത്തുള്ള ട്രോഫി നിങ്ങൾക്ക് സ്വന്തമാകുന്നത്. വാമോസ് അർജന്റീന.